ഈ ഒരു ക്വസ്റ്റ്യൻ 2024 ടയർ 2 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2z - 5y റേസ് ടു 2, 5z+2y ദ ഹോൾ സ്ക്വയർ, ദെൻ 225z ദ ഹോൾ സ്ക്വയർ. എന്നിട്ട് ആൻസർ ആയിട്ട് ഇതായിരുന്നു തന്നിരുന്നത്. അപ്പോൾ നമ്മളിത് ഫുള്ള് സോൾവ് ചെയ്തിട്ട്, അതായത് എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നോക്കുക, വൈയും ഇസഡും ടേമിലാണ് തന്നിട്ടുള്ളത്. എല്ലാ ഓപ്ഷനും ഡിഫറൻ്റ് ആണ്, പരസ്പരം ഡിഫറൻ്റ് ആണ്. പ്ലസ് മൈനസ് വന്നിട്ടുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതും തമ്മിൽ പ്ലസ് മൈനസിൻ്റെ ഡിഫറൻസ്, ഇതും തമ്മിൽ പ്ലസ് മൈനസിൻ്റെ ഡിഫറൻസ്. ബട്ട് എൻ്റർലി ഓപ്ഷൻ ഡിഫറൻറ്റ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വൈക്ക് 0 ഇട്ട് കൊടുക്കുവാണ്. വൈക്ക് 0 ഇടുവാണ്. വൈക്ക് 0 ഇടുമ്പോൾ എന്താ പറ്റുമെന്ന് നമുക്ക് നോക്കാം. വൈക്ക് 0 ഇടുമ്പോൾ ഇവിടെ ക്യാൻസലായി, ഇവിടെ ക്യാൻസലായി. ബാക്കി ഇവിടെ പോയിട്ട് എത്ര വരും? 2z ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4z² എന്ന് പറഞ്ഞു വരും. അതുപോലെ തന്നെ ഇവിടെ 25z² എന്ന് പറഞ്ഞു വരും. ഇവിടെ ഒരു 25z² ഉണ്ട്. അത് തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് 4z² എന്ന് പറഞ്ഞു വരും. അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലാണ് വൈക്ക് 0 ഇടുമ്പോൾ 4z² കിട്ടണമെന്ന് നോക്കാം. ഇതിലുമാണ് കിട്ടുന്നത്. മറ്റേതിനകത്ത് ബാക്കി രണ്ടിനകത്തും എന്ത് കിട്ടും? വൈക്ക് 0 ഇട്ട് കഴിഞ്ഞാൽ -4z വരുന്നത്. വരുന്നത്. അപ്പോൾ ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്ത് എന്താ നോക്കേണ്ട? ആ രണ്ടെണ്ണത്തിൽ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പിക്ക് ചെയ്യണം, അല്ലേ? സോ അടുത്തത്, ഇപ്പൊ നമ്മൾ വൈക്ക് 0 ഇട്ട് കൊടുത്തു. ഇനി അടുത്ത് ഇസഡിന് 0 ഇടുക. ഇസഡിന് 0 ഇടുമ്പോൾ ഇതെല്ലാം ക്യാൻസൽ ആയി പോകും. ബാക്കി പോയിട്ട് -5y സ്ക്വയർ 25y² പ്ലസ് ഇവിടെയാണെങ്കിൽ 2y ദ ഹോൾ സ്ക്വയർ 4y², മൊത്തം 29y² എന്ന് പറഞ്ഞു കിട്ടും. ഏത് ഓപ്ഷനിലാണ് ഇസഡിന് 0 ഇടുമ്പോൾ 25y² കിട്ടണമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ നാലാമത്തെ ഓപ്ഷനാണ് മിച്ചമുള്ളത്. അതിനകത്ത് വൈക്ക് 0 ഇടുമ്പോൾ, ഇസഡിന് 0 ഇടുമ്പോൾ 25y² കിട്ടുന്ന ഓപ്ഷൻ എ ആണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ.